ഈശോയുടെ സ്നേഹത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ലിസ്റ്റേറ്റ് പ്രിയപ്പെട്ട തമിഴ്നാട്ടിൻ്റെ മക്കൾ ജിതിൻ സുധി തമിഴ്നാട്ടിൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ബഹുമാനപ്പെട്ട സിസ്റ്റർമാർസ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒരിക്കൽ കുട്ടികൊണ്ടുപോയിരിക്കുകയാണ്. ഒരിക്കലും തമിഴ്നാട് മരിച്ചു പോയി പറയാനല്ല പറയാൻ വാങ്ങിച്ച് ഭാവിയിലെ കത്തിരിച്ചിരുന്ന നിത്യജീവന്റെ കിരീടം സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഈശോ കൂട്ടിക്കൊണ്ടുപോയി എന്ന് നമുക്ക് കരുതുകയും ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും പുരാതന സാഹചര്യത്തിൽ ഈ കിരീടം ചൂണ്ടിക്കപ്പെട്ട് കഴിയും എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടെ 10 വർഷമായി അവസാന നാളുകളിൽ പരിചയപ്പെടാൻ കൂട്ടുകൂടാതൊക്കെയായിട്ട് സാധിച്ചു. കുറച്ച് കാലം പ്രവാസം സന്ദർശിക്കുകയും ആടുകയും സംസാരിക്കുകയും ഉദാസീനങ്ങളും ഒക്കെ ചെയ്തു. ചുരുങ്ങിയ സമയം ദീർഘമായിട്ട് സംസാരിച്ചിട്ടുണ്ടായെങ്കിൽ വലിയ ആത്മബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ തക്കവണ്ണമുള്ള സന്ദർശനങ്ങൾ അത്ര ആഴമുള്ളതായി ഞാൻ തിരിച്ചറിയുന്നു. അതേക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആദ്യം കാണുമ്പോൾ ഈ രോഗമാണ് ഭേദമാണെന്ന് പറഞ്ഞു. രണ്ടാമത് ഉദാസീനം സ്വീകരിച്ചു വേണ്ടി പിന്നീട് നടപടി പറഞ്ഞു. ഞങ്ങളുടെ പുറത്ത് കുഴപ്പമൊന്നുമില്ല, ഇത്രയും പ്രായമായി ഞാൻ മനസ്സുകൊണ്ട് തയ്യാറാണ് എന്നൊക്കെ പറയുകയും വിശ്വമാണ് വലിയ ആവേശത്തോടുകൂടി സ്വീകരിക്കുകയും ചെയ്തത് ഞാൻ ഓർക്കുന്നു. ഇത് വലിയതായ സമയത്ത് വിശ്വവാനിൽ ചെന്നപ്പോൾ യൂട്യൂബിലൂടെ ഇറക്കിയിട്ടുണ്ടല്ലോ. ഞാൻ വിശ്വവാൻ പകുത്തു തരട്ടെ വേണ്ട, എനിക്ക് മുഴുവനും വേണമെന്ന് പറയുകയും സ്വീകരിക്കുകയും പിന്നീട് പ്രാവശ്യം ഈശോയെ സ്വീകരിച്ചുവാനെ ഒരുക്കത്തോടും ശ്രദ്ധയോടും കൂടെ സ്വീകരിച്ചു എന്നുള്ളത് എനിക്ക് ആത്മീയ പ്രധാനമായി പറയുവാനായിട്ട് സാധിക്കും. ദൈവം വലിയ കരുണ കാണിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണിത്. നല്ല മരണം ലോകം വന്നത് ഇത് നല്ല മരണമാണോ എന്ന് ചോദിച്ചാൽ നല്ല മരണമാണ്. പക്ഷേ രോഗം വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും മരണത്തിന് വേണ്ടി ഉരുളുകയും ഉദാസീനം സ്വീകരിച്ച് അവരുടെ വഴി ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല മരണമാണ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ച് നല്ല മരണമാണ് അനുഭവിച്ചത്. എപ്പോഴും ഞാൻ എപ്പോഴും നോക്കണം, കുടുംബാംഗങ്ങളെ വളരെ കാര്യമായിട്ട് ശുശ്രൂഷിച്ചു എന്നുള്ളത് ഉത്സവങ്ങളുടെ സാന്നിധ്യം ആസ്വദിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചില ദിവസം വളരെ കാര്യമായിട്ട് ശുശ്രൂഷിക്കുമെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് അതുപോലെ നമുക്ക് ജോലി സംബന്ധമായ വിധത്തിലാണെങ്കിൽ പറ്റുന്ന സമയത്ത് വരികയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ച അതിനെ കാര്യമാണ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു തീർത്തിട്ട് ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ആത്മസമത്തോടു കൂടിയാണ് മറ്റാരെക്കാളുള്ളത് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം നാളുകളിലെ ഉപസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളും വികാരങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ വേളത്തിലാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നല്ല മരണം പറയുന്നത് അവരോട് ചേർന്നിരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളുടെ പ്രയാസങ്ങളുടെ കാര്യങ്ങൾ ഇന്നലെ നാളെല്ലാവരും കടന്നു പോകേണ്ടവരാണ്. തിരിച്ച ഭൂമിയായിട്ടുള്ള കവാടത്തിലൂടെ കടന്നു പോകണം. ഞങ്ങളുടെ ലോകത്തിന്റെ ശരീരങ്ങളെ സംസ്ഥാന ആളുകളെ കുറിച്ചുണ്ടായിരുന്നെങ്കിലും ബോധത്തോടുകൂടി മരണങ്ങളുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങാൻ സാധിക്കുക, അതിന് കാത്തിരിക്കാനായിട്ട് സാധിക്കുന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യമാണ്. ഈ പ്രിയപ്പെട്ട കടന്നു പോകുമ്പോൾ നമുക്ക് നൽകുന്ന വലിയ മരണത്തിനൊക്കെ നമ്മളോട് ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ആ ഓരോ മരണത്തിൻ്റെ ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മരണത്തെ ചിന്തിക്കുവാനും നിത്യജീവനെ ചിന്തിക്കുവാനും വളരെ അവസരം കൂടി ആയിരിക്കട്ടെ എന്ന സ്നേഹവും എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ചേച്ചിക്കും മക്കൾക്കും പ്രത്യേകിച്ച് അവരുടെ ഭാര്യമാർക്കും മക്കൾക്ക് കുറിച്ച് മക്കൾക്കെല്ലാം ഈ ഇടവകൾ താരങ്ങളുടെ പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ കൂട്ടായ്മയാണ് നമുക്കറിയാം. നിങ്ങളെ
കുടുംബാംഗങ്ങളെല്ലാവരും വളരെ സ്നേഹപൂർവ്വം യാത്രയാക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് പരസ്പരം കണ്ടുമുട്ടാനായിട്ട് സാധിക്കുമെന്ന് പറയാത്ത യാതൊരു സംശയവുമില്ല. ബാക്കിയുമായിട്ട് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളോ എല്ലാം ഉണ്ട്. ആ രീതിയിൽ തീർച്ചയായിട്ടും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാകും. അത് മനുഷ്യൻ്റെ സ്വഭാവത്താൽ പ്രകൃതിയായ ഉള്ളതാണ്. ആ രീതിയിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട്, പരിത്യാഗം കൊണ്ട്, നാഗാമങ്ങളൊക്കെ ഈ ദൈവത്തെ സഹോദരൻ്റെ ആത്മാവിനെ എന്തെങ്കിലും തോതിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പരിഹാരം ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമാണ്. അപ്പോൾ ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത് തന്നെ ഈ സഹോദരങ്ങളുടെ സ്നേഹവും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സാന്നിധ്യം നമുക്ക് കാഴ്ചവെക്കാം. അതോടൊപ്പം കുടുംബത്തിൻ്റെ അഭിനയിക്കുകയും കുടുംബത്തിലൂടെ ചെയ്തതാണ്. ഇനിയും സ്വന്തത്തിൽ കൊണ്ട് സ്വർഗീയ നന്മകൾ വാങ്ങിക്കാനായിട്ട് സാധ്യമാണ്. അതുകൊണ്ട് മനുഷ്യരുടെയും അതുപോലെ സ്വത്താരികളുടെയും ശുദ്ധീകരണ സഹായങ്ങളുടെയും സമയത്തിലെ മക്കളുടെ ഉണ്ടായിരുന്നതാണ്. എല്ലാ ദിവസവും പുണ്യങ്ങളായിക്കുറിച്ച് വിശ്വാസം ചൊല്ലുന്നതുമാണ്. ആ രീതിയിൽ മരിച്ചു പോവുകയാണ്, മറിച്ച് നമുക്ക് വേണ്ടി സ്വന്തത്തിൽ അംഗീകരിക്കുകയാണ്. ആ കൂട്ടായ്മയിലാണ് പലപ്പോഴും എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് ഈ നല്ല പ്രഭാവത്തെക്കുറിച്ചുള്ള, ഈ അവനെക്കുറിച്ചുള്ള, ഈ അമ്മായിക്കുറിച്ചുള്ള, ഈ സഹോദരനെക്കുറിച്ചുള്ള, നിങ്ങളുടെ നല്ല അയൽക്കാരനെക്കുറിച്ചുള്ള, നല്ല ബന്ധുവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നല്ല ചിന്തകൾ ഈ പ്രിയപ്പെട്ട സഹോദരന് കൂടുതൽ സമാശ്വാസം നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മനസ്സിലാക്കുന്ന ആത്മാവ് എല്ലാവരുടെയും പേരിൽ ശാന്തി നേരുന്നു. ഒരിക്കൽ കൂടി രോഗങ്ങളുടെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. കുടുംബാംഗങ്ങളുടെയും ആളുകളിൽ പ്രത്യേകിച്ച് നിലയിലൊക്കെയായി വന്ന് കാണുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തവരായ ആളുകൾക്കും കുടുംബാംഗങ്ങളുടെ പ്രധാനം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. രാവിലെ ആളുകളുടെ വിശ്വകുമാരങ്ങളോടുകൂടി തന്നെയാണ് നടത്താൻ വേണ്ടി അറിയിക്കുന്നത്. ആ വിശ്വസും തുടർന്ന് വീട്ടിൽ നാട്ടിലുള്ള ചടങ്ങ് കാര്യങ്ങളാണ്. സാധിക്കുന്നവർക്ക് ഒന്ന് സമർപ്പിക്കുക. നമ്മുടെ പ്രാർത്ഥനപൂർവ്വം Gracias.
നിനക്ക് രാജിക്കുന്നു. സ്മൃതനായി നിശിത മൂന്നാം ദിവസം മരണത്താലേ വിജയമണിഞ്ഞോരുന്നത നൃപനായി പരിമളമുതരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. കുടുംബാംഗങ്ങളകത്തേക്ക് കയറിക്കോരും. ആത്മാവിനെ നീവാന്മായ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധമായ വിഷമങ്ങളുന്ന കവടനത്ര മനോഹരമാകുന്നു. വിശുദ്ധമായാൽ മുദ്രിതവും പരിശുദ്ധവുമായാൽ പരിശുദ്ധവും വിശുദ്ധതാൽ വിശുദ്ധവുമായ ഈ ശരീരത്തിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ആകണങ്ങളെയും വിസമ നൽകണമേ. ഈ കരുണ പ്രവർത്തിക്കണമേ. ശിവന്റെയും മരണത്തിന്റെയും നാശം പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്വഭാവനെ തളിക്കുവാൻ ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കടലത്തെ പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും കുരിശുവഴിയായി നമ്മെ രക്ഷിച്ച പുത്രനും സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യമുതലേക്കും ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളത്തോടെ പ്രസാദിപ്പിക്കട്ടെ.
മനുഷ്യനെ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ കടന്നു തരം ചെയ്ത സകലത്തിന്റെ നാഥാദേവനെ ഉയർത്തുന്ന മഹത്വത്തോടും അവസാന ദിവസങ്ങളുടെ വലുതാഴ്ത്തത്തെ നീ സ്വീകരിച്ച് വിശുദ്ധ വിലാസങ്ങളും അത്യുന്നത ദൈവത്തിന്റെ ആ ന്യായാസ്കൃതത്തിനെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മനുഷ്യാനീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങി നിന്ന് ഓർത്തുകൊള്ളുക. കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ നല്ലവരൊത്തുവരമ്പാകേ. പാവനിക്ക് പുറത്തു കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. സ്വർഗത്തിനെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. തടയത്തവനായി ചിരമഹിമാവിൽ പിന്നെ വിളങ്ങും മുഖമൊടുകല്ലറവിറ്റു നേർക്കും മനുജനു ഭാഗ്യം. വിധിയാൽ മാനവരാജ്യം നേടും
കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എനിക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായി ഉയർത്താം. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. പ്രധാനം പ്രദേശവരെ മഹിമയോട് ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായി അർപ്പണം മഹനീയമായ നൽകി സ്വർഗരാജ്യമാകുന്ന വാസ്തവത്തിയാളെ പ്രവേശിപ്പിക്കുന്നവരാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗലിക ശരീരത്തിൽ ഈ അംഗത്തെ അനുഭവിക്കുകയും ജീവിതത്തിൽ കാലത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. 4 മണിക്ക് കുർബാനയുണ്ട്. ഒന്ന് തെറ്റിട്ട് ഇതടക്കം ഇച്ചിരി മറ്റേ കുഴി ലേശം വലിപ്പം കുറവാണ്, പെട്ടി വലുതായി പോയാൽ ശകലം കൂടിച്ചിട്ടുള്ളത്.
അടപ്പല്ലേ ഈ സൈഡ് പോകണം. ഹലോ നല്ല പിടിച്ചു നോക്കി ഇവിടെ മുകളിൽ പൊക്കി നമ്മൾ തൽക്കാലം മുകളിൽ വെക്കുന്നു. അതിനുശേഷം നമ്മളെല്ലാവരും പോകുന്നു. അതിന് സൈഡുകാരെ പൊടിച്ച് കമ്പി കൊണ്ടുപോകുന്നു.